ഷെരീഫ് കാരണം ഒരു കുടുംബം വലിയ രീതിയിൽ രക്ഷപ്പെട്ടു, അതായത് ഒരു ചാരിറ്റബിൾ പർപ്പസ് ചെയ്തിട്ട്. അതെന്താണ്? സംഗീത ജീവിതത്തിൽ ശ്രീയേട്ടന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, കുറച്ച് അനുഭവം എനിക്കും ഉണ്ടാവും. പക്ഷേ പാട്ടുപാടി നന്നായി അല്ലെങ്കിൽ ഒരു അവസരം കിട്ടി, അതെ, അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഞാൻ വലിയ വിലമതിക്കുന്നത് ആ ഒരു കാര്യമാണ്. കാരണം ഒരു കലാകാരൻ പെട്ടെന്ന് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, കാരണം അത് പിന്നീട് പ്രയാസമുണ്ടെന്ന് വെച്ചിട്ടാണ്. ആ കലാകാരൻ മരിച്ചിട്ട് അത് കാണാൻ വേണ്ടി പോയ സമയത്ത് ആ ദയനീയ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം വന്നു. ചെറിയൊരു ലൈൻ മുറി പോലത്തെ വീടാണ്. ആ കലാകാരൻ എന്നാൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങളെല്ലാം ഗുരുസ്ഥാനീയനായ ഒരു കലാകാരനാണ്. ചെറിയ ലൈൻ മുറി പോലത്തെ ഒരു മുടുക്കിനകത്ത്. അതിൽ അദ്ദേഹം മെക്കാനിക്കൊക്കെയാണ്, ഈ ടാപ്പ് റെക്കോർഡറൊക്കെ ശരിയാക്കുന്നത്. അപ്പോൾ ഒരു റൂമിൽ പകുതി അങ്ങനത്തെ കുറേ സാധനങ്ങൾ, ഒരു ബെഡ്, ഭാര്യയും 2 പ്രായപൂർത്തിയെത്തിയ മക്കളും. മരിച്ചിട്ട് ആ സെൻട്രാളിൽ ബോഡി വെച്ചിരിക്കുകയാണ്. അവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല, അത്രയും ചെറിയ സെൻട്രാൾ, ഒരു വാടക. കണ്ടപ്പം ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ്റെ അവസ്ഥ ഒരു വളരെ ദയനീയമായിട്ടൊരു അവസ്ഥയായിരുന്നു. അത് എല്ലാവരും കൂടി, എന്നെ കണ്ടപ്പോൾ എല്ലാവരും കൂടിയിട്ട് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, നമ്മൾ ചെയ്യണം തീർച്ചയായും. അപ്പോൾ അദ്ദേഹം ലോൺ എടുത്ത് 4 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടൊരു വീട് തുടങ്ങി വെച്ചു. ഒരു സൺഷെയ്ഡിൽ നിൽക്കുകയാണ്, അപ്പോഴാണ് മരിച്ചു പോകുന്നത്. മൊത്തത്തിൽ വിഷയമാണ്. എനിക്കെന്തോ അന്ന് രാത്രി ഇവരെല്ലാവരും പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാണ്ട് കൊളുത്തി. ഞാനെന്ത് ചെയ്ത് കുറച്ച് ഗ്രൂപ്പ് ആൾക്കാരൊക്കെ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഞാനൊരു വോയിസ് മെസ്സേജ് വിട്ടു. രാവിലെ ആകുമ്പോഴേക്കും ഒരുപാട് പേര് എനിക്ക് റിപ്ലൈ തന്നു, ഞങ്ങൾ സഹായിക്കാൻ അക്കൗണ്ട് നമ്പർ അയക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ അക്കൗണ്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. ഒരു അക്കൗണ്ട് വേറൊരു കലാകാരനെയും കൂടി ചേർത്തിട്ട് ഒരു അക്കൗണ്ട് എടുത്തു. ആ അക്കൗണ്ടിലേക്ക് ആൾക്കാരൊക്കെ പൈസ ഇട്ടു, ഒരുപാട് പേര്. എനിക്ക് മറക്കാൻ പറ്റാത്തത്, ഞാൻ ഈ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കുറേ ആൾക്കാർ വിളിച്ച്, അപ്പോൾ ഒരു ഷൂട്ടായിട്ട് ബന്ധപ്പെട്ട് ഞാനും ബിജുപാൽ സാറും ഉണ്ടായിരുന്നു. ബിജുപാൽ ചോദിച്ചു, എന്താ ഷെരീഫ് ഭയങ്കരമായിട്ട് ഈ ഒരു ടെൻഷൻ പോലെ, എന്താണ്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കലാകാരൻ മരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി സഹായിക്കാൻ ഒരുപാട് പേര് മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം, എന്നാൽ ആ അക്കൗണ്ട് നമ്പർ തരൂ, എനിക്ക് വിടണമെന്ന് പറഞ്ഞു. ഒന്നും പറയാതെ പുള്ളിക്കാരനിട്ടു. ഫസ്റ്റ് പുള്ളിക്കാരനിട്ടെ അക്കൗണ്ടിൽ. അപ്പം തന്നെ ഞാൻ പറയും, ഇത് ഫോട്ടോ എടുക്കണം. പറയും ഫോട്ടോ എടുക്കണ്ട, അത് താല്പര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഷൈൻ ചെയ്യാനല്ല, മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയാണ്. അങ്ങനെ ഫോട്ടോ എടുത്ത് ഇട്ടപ്പാടാൻ ഒരുപാട് പേര് അതുപോലെ പൈസ അയച്ചു തന്നു. ഏകദേശം 15 ലക്ഷം രൂപ ഒരു 10-15 ദിവസം കിട്ടി കഴിഞ്ഞപ്പാട് ഞാനെന്ത് ചെയ്തു, ആ ജോലി ചെയ്യുന്ന ആ വീടിൻ്റെ പണിയെടുക്കുന്ന ആളെ തന്നെ പോയി കണ്ടു. ഞാൻ തന്നെ നേരിട്ട് മുമ്പിൽ നിന്നു. അത് പൂർണ്ണമായി വീട് വെച്ചു കൊടുത്തു. അതിനുശേഷം ആ വീടിന് ലോണുണ്ട് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ എങ്ങനെ അടക്കുമെന്ന് ആലോചിച്ചിങ്ങനെ തലപൊണ്ണാക്കി നിൽക്കുന്ന സമയത്താണ് എനിക്ക് തോന്നി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റും കൂടെ ഇടാം. വീടൊക്കെ കൊടുത്തു, ഇത് 4 ലക്ഷം 3.5 ലക്ഷം രൂപയുണ്ട് ഇനി അടക്കാൻ. ഇത് കൊടുത്തില്ലെങ്കിൽ ബാങ്ക് ജപ്തി ചെയ്യും. അവർക്ക് വേറെ വഴിയില്ല. 2 പ്രായപൂർത്തിയായ പെൺമക്കൾ, ഒരു നിരാലംബര അവർ. അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു, ഇങ്ങനെ പ്രശ്നമുണ്ട്, 3.5 ലക്ഷം റുപ്യയും കൂടെ ലോൺ ക്ലോസ് ചെയ്യണം, എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടപ്പാട് ഒരു വലിയൊരു മനുഷ്യൻ, ഖത്തറിലുള്ള ഈസ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, ഈസക്ക, അദ്ദേഹം ചാരിറ്റി രംഗത്ത് നിരവധി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷെരീഫ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും, അത് നമുക്ക് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു. അദ്ദേഹം കൊടുത്തു. അദ്ദേഹം ചാവി തുറന്നു കൊടുത്തു, വീട് വെച്ചു. അവർ സുഖമായിട്ട് ഇപ്പം ജീവിക്കുന്നു. ജീവിതത്തിൽ അത് മതി. അല്ല, അത് വലിയൊരു കാര്യമാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ര. വേറൊരു മനുഷ്യന് ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു പോവുകയും അല്ലേ, എന്നിട്ട് അതിന് അവരുടെ ഫാമിലി അനാഥമാകുന്നതിന് പകരം ഇന്ന് ആ കൂരയിൽ താമസിക്കുമ്പം അവരെല്ലാം പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഷെരീഫും അതുപോലെ തന്നെ എനിക്ക് തന്ന ഈ വീട് തന്ന എല്ലാവരും നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിക്കും. അത് മതി. നമ്മൾ 1000 പള്ളിയിലോ 1000 അമ്പലത്തിലോ പോകുന്നതിന് സമമാണത്. തീർച്ചയായും. പിന്നെ